കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ഒരാളായിരുന്നു പ്രേം നസീർ എൻ്റെ ചെറുപ്പകാലത്ത്. ഇന്നുള്ള ഒരു നടീനടന്മാർക്കും ആ ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നില്ല. ഇപ്പം മമ്മൂട്ടിക്കായാലും മോഹൻലാലായാലും ഉണ്ടായിരുന്നേക്കാൾ സ്റ്റാറ്റസ് ജനമനസ്സുകളിൽ അന്ന് സിനിമയിലെ പ്രേം നസീർ ആണ്. എൻ്റെ അമ്മ പോലും പ്രേം നസീർ വന്ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വോട്ട് ചെയ്യുമായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെയാണ്. അതിൻ്റെ 1000-1 ശേഷി ശോഭനയ്ക്ക് ഇല്ല. മാത്രമല്ല ഇന്ന് ഇഷ്ടംപോലെ നടികളുണ്ട്, ആളുകളുണ്ട്. മാത്രമല്ല ശോഭന എക്സ്പോസ്ഡ് ആണ് ഇതിന് മുമ്പ് തന്നെ 1-2 വിഷയങ്ങളിൽ. ശോഭന വന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരാൾ വോട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആരായാലും ശോഭന എന്ന് മാത്രമല്ല, ഇപ്പം നാളെ മോഹൻലാൽ വന്നിട്ട് UDF വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, മമ്മൂക്ക വന്നിട്ട് LDF വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും അത്രയൊക്കെ തന്നെ ഉണ്ടാവും. ഞാൻ അതിൽ ഇവിടുത്തെ ഏതെങ്കിലും VIP വന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സിനിമാ നടനോ നടിയോ സ്പോർട്സ് താരമോ ഒന്നും കേരളത്തിലുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഫീൽഡിലേ അവർ കാണുന്നുള്ളൂ. ഇപ്പം സിനിമാ നടന്മാർ ഇവിടെ രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഇന്നസെന്റ് നിന്നിട്ട് ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. മുരളി ജയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ രാഷ്ട്രീയമായ ഇലക്ഷനാണ്. രാഷ്ട്രീയ ഇലക്ഷനിലാണ് അവരൊക്കെ നിന്നിട്ടുള്ളത്. അല്ലാണ്ട് സിനിമാ നടന്ന് ഒരുപക്ഷെ ഇപ്പൊ സുരേഷ് ഗോപി വലിയ സിനിമാ നടനാണ്. അതാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ വരാൻ പോണ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കണക്കാക്കുന്നത്. എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ആളുകൾക്ക് പരിചയമില്ല. സുരേഷ് ഗോപി ഒരു സ്റ്റാറാണ്. ഇത്തവണ സുരേഷ് ഗോപി ഒരു ലീഡറാണ്. രണ്ടും തമ്മിൽ ജനങ്ങൾ വലിയ വ്യത്യാസമുണ്ട് കാണും. ലീഡർ എന്ന് പറയുമ്പോൾ നമ്മൾ നിരന്തരം കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് സ്റ്റാർഡം അങ്ങ് പോയി അദ്ദേഹത്തിൻ്റെ. ലീഡർ എന്നുള്ള എനിക്ക് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്നുള്ളത് ചരിത്രമാണ് തെളിയിക്കേണ്ടത്. അതുകൊണ്ട് ശോഭനയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശോഭന എന്നല്ല, ഇനിയിപ്പോൾ ആര് വന്നാലും അതുകൊണ്ട് ഏതെങ്കിലും ഒരു വോട്ട് രാജീവ് ചന്ദ്രശേഖരന് കിട്ടുന്നില്ല ഒരു പ്രതീക്ഷ എനിക്ക് ശോഭനയുടെ വോട്ട് കിട്ടിയായിരിക്കും. യഥാർത്ഥത്തിൽ കേരളത്തിൽ മോഡി എത്ര പ്രാവശ്യം വന്നാലും NDA ഒരു അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വളരെ 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 വിരളമാണ്. അവരുടെ തന്നെ ഏറ്റവും നല്ല സ്വപ്നങ്ങളിൽ 2 സീറ്റിലാണ് സാധ്യത അവർ പറയുന്നത്, തിരുവനന്തപുരവും തൃശ്ശൂരും. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം അപ്രസക്തമാണ്. ഇപ്പോഴത്തെ ഒരു സ്ഥിതിക്ക് തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് NDA വന്നാൽ അതാണ് ഒരു അത്ഭുതം ഉണ്ടാക്കുക. 3ാം സ്ഥാനത്ത് വന്നില്ലെങ്കിൽ ആണ് അത്ഭുതം. 1ാം സ്ഥാനത്ത് വരാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അവിടെ സ്ഥാനാർത്ഥി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അത്ര വലിയ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയ സ്ഥാനാർത്ഥിയാണെന്ന്. ചാനലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും അല്ലല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. മാത്രമല്ല തിരുവനന്തപുരത്ത് വളരെ പ്രത്യേകതയുണ്ട്. അവിടെ ശശി തരൂർ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരാളാണ്. ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തിന് തീരദേശത്ത് ചെല്ലുമ്പോൾ ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും തമ്മിലാണ് മത്സരമെങ്കിൽ, നഗരത്തിലേക്ക് എത്തുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്ത് പോവുകയും BJPയും UDFും തമ്മിലാണ് മത്സരം, ശശി തരൂരും രാജീവും തമ്മിലാണ് മത്സരം. അങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ 2 സ്ഥലത്തും ഒരാൾ ശശി തരൂർ ആയതുകൊണ്ട് ജനറലി ശശി തരൂരിനൊരു അപ്പർ ഹാൻഡുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ഇത്തവണ അട്ടിമറി സാധ്യതയുള്ള സീറ്റാണ്. കഴിഞ്ഞ തവണ ആരിഫ് ഈ തരംഗത്തെ വിജയിച്ച് വന്നത് ആരിഫിൻ്റെ വ്യക്തിത്വവും എതിർ സ്ഥാനാർത്ഥിയുടെ വീക്ക്നെസ് കൂടിയാണ്. ഞാനത് പറയാതിരിക്കുകയില്ല. മാത്രമല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികളും ഒരു വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളായതുകൊണ്ട് KS രാധാകൃഷ്ണനെ പോലെയുള്ള ആൾ പിടിച്ച വോട്ട് പോലും എത്ര വാശിയോടെ പിടിച്ചാലും ശോഭാ സുരേന്ദ്രന് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. 2, ഇത്തവണ വന്നിട്ടുള്ള സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴ സ്ഥിരപരിചയക്കാരിയല്ല. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ആലപ്പുഴ. ഞാൻ കാണുന്ന അതാണ്. പിന്നെ അദ്ദേഹം ഇവിടെ MP ആയിരുന്നു, പലവട്ടം MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. നിരന്തരമായി അവിടെ ബന്ധമുള്ള ആളാണ്, സൗഹൃദമുള്ള ആളാണ്. വോട്ട് കാച്ചിങ്ങിലും നല്ല തന്ത്രമുള്ള ആളാണ്. ആരിഫുമായിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ ഒരു ദേശീയ നേതാവാണ്. അപ്പോൾ എൻ്റെ ഒരു കണക്കനുസരിച്ച് അഡ്വാൻറ്റേജ് വേണുഗോപാലാണെന്നാണ് ഞാൻ കാണുന്നത് ആലപ്പുഴയിൽ. ഇത്തവണ ആലപ്പുഴ തിരിച്ചു പോകും. പക്ഷേ LDFന് കഴിഞ്ഞ തവണ LDFന് നഷ്ടപ്പെട്ട ചില മണ്ഡലം LDFന് കിട്ടാനും സാധ്യതയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ഈ പറഞ്ഞതുപോലെ ബഹളമല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ KS രാധാകൃഷ്ണൻ പിടിച്ച വോട്ടിൻ്റെ അത്രയൊക്കെ തന്നെ പിടിച്ചാൽ ഭാഗ്യം എന്ന് വിചാരിക്കുന്നുള്ളൂ. കാരണം സാഹചര്യവും അതിനനുകൂലമല്ല.